കുട്ടപ്പായുടെ ഓരോ വികൃതികളാണ് ട്ടോ. ഏട്ടനില്ലാത്തപ്പോ ഞാനാണ് കുട്ടപ്പായനെ ബസിന്റെ അവിടേക്ക് കൊണ്ടാക്കാറുള്ളത്. അപ്പൊ ബാഗ് എന്റെയിൽ തന്നിട്ട് മൂപ്പരാള് ഇതേപോലെ റോഡിന്റെ 2 സൈഡിലുള്ള പുല്ലുകളോ, അല്ലെങ്കിൽ പൂമ്പാറ്റകളോ, തുമ്പികളോ ഇതിന്റെ പിന്നാലെ പോകും. അങ്ങനെ ഇന്നിപ്പോ തെരഞ്ഞു കിട്ടിയിരിക്കുന്നത് ആൾക്ക് ഊതിയാ പറക്കണ ഒരു ചെടിയാണ് ട്ടോ. ഊതിയാ പറക്കണ ചെടിയല്ല, അതിന്റെ മോളത്തെ പൂവ് ഉണങ്ങി നിൽക്കുന്നുണ്ടാവും. അപ്പൊ ആ ഊതുമ്പോ അതിന്റെ മോളത്തെ ആ തൊപ്പ, ആ പൂവിന്റെ മോളത്തെ ആ തൊപ്പ പോലൊരു തൂവല് പോലുള്ള ഒരു സാധനമുണ്ട്. അതിങ്ങനെ പറന്നു പോവും. അപ്പൊ അത് കൊടന്ന് തന്നിട്ട് ഊതാൻ പറയാണ് എന്നോട്. കണ്ടോ? ഇത് ഉണങ്ങിയ ചെടിയാണ്. അതിന്റെ മുകളിൽ നിങ്ങള് കണ്ടില്ലേ അപ്പൂപ്പൻ താടികള് പോലെ നിറയെ കുഞ്ഞി കുഞ്ഞേ പൂക്കള്. അപ്പൊ അതങ്ങോട്ട് ഊതുമ്പോ അതങ്ങട് പറന്ന് പോവും. അത് കാണാൻ വേണ്ടിയിട്ട് എന്നോട് ഊതാൻ പറയാ. പക്ഷെ ഞാൻ ഊതുമ്പോ അത് പോണില്ല. എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ അവൻ ഊതുമ്പോ പോണുണ്ട്. കണ്ടില്ലേ? അപ്പൊ എല്ലാവർക്കും വലിയൊരു സ്വാഗതം നമ്മുടെ വീട്ടിലോട്ടും, നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും, പിന്നെ നമ്മുടെ വീഡിയോയിലോട്ടും വലിയൊരു സ്വാഗതം ട്ടോ. അപ്പൊ കുട്ടപ്പായുടെ ബസ് 8:20 ആവുമ്പോ അല്ലെങ്കിൽ 25:30 ഈ ടൈമിന്റെ ഉള്ളിലാണ് വരിക. അപ്പൊ നമ്മളിവിടുന്ന് ഒരു 8:16 ഒക്കെ ആവുമ്പോഴേക്ക് ഇറങ്ങും. പതിയെ പതിയെ കുന്നും മലയൊക്കെ കേറിയിട്ട് വേണം എത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കാണുന്ന നമ്മുടെ കുന്നും പുല്ലും പൂമ്പാറ്റകളും ചെടികളും പാടും നമ്മുടെ വിരട്ടാണ് അമ്പലമൊക്കെ നോക്കിയും കണ്ടും ചിരിച്ചും കളിച്ച് അവിടെ എത്തുമ്പോഴേക്കും ചിലപ്പോൾ ബസ്സിന്റെ പാട്ടിൽ പോവും. പിന്നെ കുട്ടപ്പായുടെ കുസൃതി കണ്ടില്ലേ നിങ്ങള്. അപ്പൊ അതുപോലുള്ള വികൃതികളൊക്കെ അവന്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങാറുണ്ട്. ഞാൻ അവനായിട്ട് പോകുമ്പോൾ. പിന്നെ എനിക്കും ഇഷ്ടമാണ് ഇതൊക്കെ നോക്കിയും കണ്ടും ചിരിച്ചും ആസ്വദിച്ചും പോവാൻ വേണ്ടിയിട്ട്. നല്ല ഇളം വെയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ട് വലിയൊരു കയറ്റവും ചെറിയൊരു ഇറക്കവും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി വരണ സ്ഥലം എത്തി. കുട്ടപ്പായ ഇത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഇരിക്കാനുള്ള പരിപാടിയാണ് മൂപ്പരാളുള്ളത്. അവിടെ വൃത്തിയാക്കിയിട്ട് അവിടെ ഇരിക്കാനുള്ള പരിപാടി. അപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ മിണ്ടാണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചളിയൊന്നും ആവില്ല അമ്മ, ഞാൻ ഇല പൊട്ടിച്ചിരുന്നോണ്ട് എന്നാണ് പറയണത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും മൂപ്പരാള്. അങ്ങനെ വണ്ടി വരാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ രണ്ടാളും. അപ്പോൾ പറഞ്ഞ് പറഞ്ഞ് ഇപ്പം അവനെ കുറ്റം പറഞ്ഞിട്ട് ഞാനും അവിടെ ഇരിപ്പായി ട്ടോ. അപ്പം അമ്മ ഇതാരുടെ വീടാ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് സേതലിക്കാടെ മക്കള് കയറ്റുന്നതാടാ പറഞ്ഞു. ഒരാള് വീട് കയറ്റിയിട്ടുണ്ട്, കുറ്റൂശൊക്കെ കഴിഞ്ഞു. അടുത്ത ആൾ ഇതാ വീട് കയറ്റണു. അതാ നടുവിലൊരു തറ പണിതിട്ടുണ്ട്. അങ്ങനെ 3 ആൾക്കുള്ള വീടാണ് കേട്ടോ. അങ്ങനെ കുട്ടപ്പായ്ക്ക് ഇതാ ഒരു തൂവല് കിട്ടി. ഞാൻ പറഞ്ഞില്ലേ ഇത് എന്തിന്റെ തൂവലാ ചോദിച്ചപ്പോൾ പരുന്തിന്റെ തൂവലാ തോന്നുണു ട്ടോ. അല്ലെങ്കിൽ വല്ല മൂങ്ങയുടെയോ അങ്ങനെ എന്തേലൊക്കെ ആവും. അപ്പോൾ വണ്ടി വന്നപ്പോൾ എനിക്ക് ഉമ്മയൊക്കെ തന്നിട്ട് പോവാണ് മൂപ്പരാള്. തൂവലുകൾ അവന് എപ്പോഴും ഒരു വീക്ക്നെസ് ആണ് ട്ടോ. തൂവലുകളായിക്കോട്ടെ, പൂമ്പാറ്റകളായിക്കോട്ടെ, പ്യൂപ്പ ഇതിനൊക്കെ വിരിയിച്ച് വിടണ ശീലങ്ങളൊക്കെ ഉണ്ട് അവന്. അപ്പൊ തൂവല് കണ്ടപ്പോ വേഗം കൈ പിടിച്ചു. ഇനിയിപ്പോ അത് പിള്ളേർക്കൊക്കെ കാണിച്ചു കൊടുക്കാനാവും. ഇതേപോലെ മുള്ളമ്മന്നറ മുള്ളില്ലേ അതൊക്കെ ശേഖരിച്ച് വെക്കണ ഒരു സ്വഭാവമുണ്ട്. മുള്ളമ്മന്നറ മുള്ള് കുറേ ഉണ്ടായിരുന്നു കയ്യില്. അത് വെബ്സൈറ്റിന്റെ ഷൂട്ടിന് നമ്മുടെ വീഡിയോസിന് വേണ്ടിയിട്ട് ഹെയർ കെയറിന്റെ വീഡിയോസിന് ഷൂട്ടിന് വേണ്ടിയിട്ട് കുറേ ചേട്ടന്മാര് വരും. അപ്പൊ അതിലത്തെ ഒരു ചേട്ടന് ഇതേപോലെ വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ എടുത്ത് കൊടുത്തു ട്ടോ. അപ്പൊ കുട്ടപ്പായി ഇതാ ബസ് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. ബസ് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ അവൻ പോവാണ് കേട്ടോ. പോകുമ്പോൾ ഒരു ഒരു ചെറിയൊരു വിഷമം ഇപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ വീട്ടിലുണ്ടെങ്കിൽ ഏത് നേരത്തും തല്ലൂട്ടിട്ടാ ഞങ്ങൾ രണ്ടാളും കീരിയും പാമ്പും പോലെ. എപ്പോഴും ചളി ചവിട്ടി കയറ്റും അകത്തേക്ക്. അങ്ങനെ കുറച്ച് കുറുമ്പുകളൊക്കെ ഉണ്ട് അവന്റെ കയ്യില്. പ്യൂപ്പകളുടെ കാര്യം പറഞ്ഞിട്ട് നാവ് അങ്ങോട്ട് എടുത്തില്ല അല്ലേ, അകത്തോട്ടിട്ടില്ല. അപ്പോഴേക്കും ഇതാ നമുക്ക് നിറയെ പ്യൂപ്പകൾ ആവാൻ പോകുന്ന കുറേ പുഴുക്കളേനെ കാണാൻ പറ്റിട്ടോ. നല്ല ഭംഗിയുള്ള പുഴുക്കളാണ്. അതിങ്ങനെ ഇനി പ്യൂപ്പകളായി അത് വിരിഞ്ഞ് നല്ല ഭംഗിയുള്ള പൂമ്പാറ്റകളായിട്ട് പറന്നിങ്ങനെ പോകും. നമ്മൾ കുറേ വിരിയിച്ച് വിട്ടിട്ടുണ്ട് ട്ടോ. നമ്മുടെ വീട്ടിൽ നാരകത്തിന്റെ മുകളിലും കറിവേപ്പിന്റെ മുകളിലൊക്കെ ഇതേപോലെ പൂമ്പാറ്റകൾ വന്നിട്ട് മുട്ടയിടും. എന്നിട്ട് അത് പുഴുക്കളാവും. പിന്നീട് അങ്ങോട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് അത് ഒരു പ്യൂപ്പയായിട്ട് അത് വിരിഞ്ഞ് ഒരു 10, 21 ദിവസം കഴിഞ്ഞ് വിരിഞ്ഞ് പൂമ്പാറ്റകളായി പറന്ന് പോകും ട്ടോ. മുള്ളും പഴം പഴുത്തുണ്ടോ നോക്കിയതാ. പക്ഷെ പഴുത്തിട്ടില്ല, പഴുക്കണേ ഉള്ളൂ. അപ്പൊ നമുക്കിനി അടുത്ത വരവിൽ എന്തായാലും പൊട്ടിക്കാൻ പറ്റും. ഏട്ടാ ആഴ്ചയിൽ 3 ദിവസം 2 ദിവസമൊക്കെ നിലമ്പൂർ പോകുമ്പോൾ കുട്ടപ്പായനെ ഇങ്ങനെ കൊണ്ടാക്കാൻ വരുമ്പോൾ നമുക്കിനി നോക്കി നോക്കാം പഴുത്തുണ്ടോന്ന്. അപ്പോൾ വരുന്ന വഴിയിൽ നല്ല ഭംഗിയുള്ള ഒരു പൂമ്പാറ്റ. അപ്പൊ നല്ലോണം അടുത്ത് പോയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി. അത് പറന്നു പോയെന്നെ ഇല്ല. ഞാനിങ്ങനെ ഇല ഇളക്കിയപ്പോഴാണ് പറന്നു പോയത്. വീട്ടിലെത്തിയപ്പോഴും ഒരെണ്ണത്തിനെ കണ്ടു. പക്ഷെ അതിനെ കയ്യിലെടുത്തു, അത് പറന്നുപോയി. എൻ്റെ കയ്യിലേക്ക് പറന്ന് കയറി വന്നു. വീട്ടിലെത്തിയപ്പോൾ കുറച്ചു നേരം അങ്ങനെ ഉമ്മറത്ത് ഇങ്ങനെ മുറ്റത്തേക്ക് നോക്കിയിരുന്നു. അങ്ങനെ അടുക്കളയിലേക്ക് വന്നു. 2 കുലകൾ അത്യാവശ്യം പഴുത്തിട്ടുണ്ട്. ഇനി കുറച്ചേ പഴുക്കാനുള്ളൂ. അപ്പോൾ ഇതൊരു റോബസ്റ്റിന്റെ പഴം എടുത്ത് കഴിക്കട്ടെ. അപ്പോൾ എനിക്ക് നല്ലോണം പഴുത്ത റോബസ്റ്റിന്റെ പഴം അത്ര ഇഷ്ടമല്ല. ഞാനത് തലയിൽ തേക്കാൻ എടുക്കാറ്. അപ്പോൾ ദാ ഇതേപോലെ പാകമായിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു പഴം അകത്താക്കിട്ടോ. എന്തൊരു ആശ്വാസം. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇങ്ങനെ കഴിക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര ആശ്വാസമാണല്ലേ മനസ്സിന്. അപ്പൊ ദാ ദോശ ഉണ്ടാക്കാൻ പോവാണ്. കുട്ടപ്പായ്ക്ക് ദോശയൊന്നും കൊടുത്തയച്ചില്ലേ എന്നിപ്പോ ചിന്തിക്കുന്നുണ്ടാവും. അതാണ് പറഞ്ഞത് ഇതൊരു തല തിരിഞ്ഞ ദിവസാണെന്ന്. എല്ലാതും നമ്മൾ ഓർഡറിലല്ലേ ഇടാറുള്ളത്. ഇന്നൊന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു. ഇന്നിപ്പോ കുട്ടപ്പായനെ കൊണ്ടാക്കുന്നത് ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇത് ഭക്ഷണം ഉണ്ടാക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കുട്ടപ്പായനെ പറഞ്ഞയക്കുന്നതൊക്കെ രണ്ടാമത്തെ ഭാഗമായിട്ട് കാണിക്കുകയാണ് ട്ടോ. അപ്പോൾ ഇതാ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചെറിയുള്ളി, പിന്നെ നമ്മുടെ പച്ചമുളക്, 2 പച്ചമുളക്,
പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒക്കെ നന്നായിട്ടൊന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട് നമ്മുടെ മിക്സിയിൽ. അരച്ചെടുക്കുമ്പോൾ നന്നായി അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഉപ്പ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നത്. അതും കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ട്ടോ. കല്ലുപ്പിട്ട് കൊടുത്താൽ നമുക്കെന്താ പിന്നെ മുളക് പൊടി വേണം. മുളക് പൊടി ഇല്ലാണ്ട് എന്ത് ചിക്കൻ വറവ് ല്ലേ. പച്ചക്കുരുമുളകും പച്ചമുളകും ഇട്ടിട്ട് ചിക്കൻ വറുക്കുന്ന ആളുകളുണ്ട്. ഞാൻ അതിന്റെ കാര്യമല്ല ട്ടോ പറഞ്ഞത്. ഇവിടെ കുട്ടപ്പായ്ക്ക് ചിക്കൻ ചുവന്ന് കാണണം. അപ്പൊ ഞാൻ കുറച്ച് മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കളർ ഉണ്ടായിരുന്നു ചിക്കനിന്. പക്ഷെ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ മുളക് പൊടിയാ ഇട്ട് കൊടുക്കുന്നത്. ഇത് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ പിറ്റത്തെ ദിവസം രാവിലെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുക്കണുള്ളൂ. പിന്നെ ദാ കുറച്ച് കുരുമുളകിന്റെ പൊടി. അത് ഒറിജിനൽ കുരുമുളകാണ്. കടയിൽ നിന്ന് മേടിച്ചതല്ല. അപ്പൊ കടയിലത്തെ ഒറിജിനൽ തന്നെയാവും. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഇവിടുത്തെ നല്ല മൂത്ത കുരുമുളക് ഉണക്കി പൊടിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് ട്ടോ. അപ്പോൾ നമ്മുടെ കൗസല്യമ്മൂമ്മ മേടിച്ച് തന്നതാണ്. കാശ് കൊടുത്തിട്ട് മേടിച്ച് തന്നതാണ്. പിന്നെ നമ്മുടെ ചിക്കൻ വറുത്തതിന് ഒരു ചിക്കൻ മസാലയുടെ മണം വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ മസാലപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ട്ടോ. അങ്ങനെ എല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. അതിനാവശ്യത്തിന് വെള്ളം വേണ്ടേ. അപ്പോൾ എല്ലാം കൂടി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിനൊരു എയിം ഉണ്ടാവില്ല. അതിന് ഇത്തിരി പുളിയും ഒരു രുചിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചൊടിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാരങ്ങയുടെ നീര് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നാരങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി ഒഴിക്കാം. യാതൊരു കുഴപ്പമില്ല. വിനാഗിരി ഒഴിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് നാരങ്ങ ഒഴിച്ച് ഉണ്ടാക്കുന്നതാണ് കൂടുതലിഷ്ടം. അങ്ങനെ ദാ ഒരു മുറി നാരങ്ങ ഞാൻ അതായത് ഒരു നാരങ്ങ 2 മുറിയാക്കിയിട്ട് രണ്ടും അങ്ങട് പിഴിഞ്ഞൊഴിക്കുകയാണ് ട്ടോ. അപ്പോൾ ഒരു നാരങ്ങ ഒഴിക്കണം. അത്ര തന്നെ. അത് പറഞ്ഞാ പോരെ. എന്തിനിങ്ങനെ ബുദ്ധിമുട്ടിക്കണ്. അങ്ങനെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മൊബൈലിൽ ചാർജ് ഇല്ലേ വീഡിയോ എടുക്കണേല്. അപ്പം ഞാൻ ചാർജ് കുത്തി വെച്ചിട്ട് ഇങ്ങനെ എടുക്കാണ് ട്ടോ. അപ്പൊ മിക്സിയിൽ അരക്കലും ചാർജ് കുത്തിക്കലും വീഡിയോ എടുക്കലും മസാല വരട്ടലൊക്കെ ഒപ്പാണ്. നമ്മള് സ്ത്രീകൾക്ക് പിന്നെ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ അല്ലേ. നേരം വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേ സമയത്ത് ഒരുപാട് ജോലികൾ ചെയ്യുന്ന ഒരു സ്വഭാവം. അപ്പൊ ആ ഒരു കാര്യമാണ് ഞാനിപ്പോ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടില് മാത്രല്ല എല്ലാവരുടെ വീട്ടിലും നേരം വെളിച്ചാകുമ്പോ ഈ ഒരു തന്ത്രപ്പാടൊക്കെ തന്നെയാണ്. മക്കളങ്ങട് പോയി ബസ് കേറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സമാധാനായി. പിന്നെ വൈകുന്നേരത്തെ അംഗംവെട്ടലായി. പിന്നെ വരുന്ന വരെ ഒരു സമാധാനം ഉണ്ടാവില്ല. വന്നു കഴിഞ്ഞാലോ പിന്നെ കീരിയും പാമ്പുവാ. ഇത് എല്ലായിടത്തും ഉള്ളതാ. ഒന്നല്ലെങ്കിൽ കുളിക്കടാ കുളിക്കടാ എന്ന് പറഞ്ഞിട്ടാവും. അല്ലെങ്കിൽ പഠിക്കാനില്ലേ കുട്ടപ്പായി പഠിക്കാനില്ലേ എന്ന് പറഞ്ഞിട്ടാവും. ഇപ്പൊ പിന്നെ ഞാൻ തല്ലൂടാനും തലവിളിക്കാനൊന്നും പോവാറില്ല. വേറൊന്നും കൊണ്ടല്ല ട്ടോ. അവന്റെ കാര്യങ്ങൾ അവൻ പക്കയായിട്ട് ചെയ്യണോണ്ട് തന്നെയാണ്. അങ്ങനെ ദാ കുറച്ചും കൂടി ചിക്കൻ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാല കുറച്ച് കൂടിപ്പോയി. അപ്പോൾ കുറച്ച് കൂടുതൽ ചിക്കൻ എടുത്തിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ട്ടോ. എന്തായാലും അത് കൂടിയത് നന്നായേ ഉള്ളൂ. അവിടുന്ന് എനിക്ക് ഓർഡർ വന്നു. അമ്മ എൻ്റെ കൂട്ടുകാർക്ക് 2, 3 കഷ്ണങ്ങൾ വെക്കണേന്ന്. അപ്പോൾ പിന്നെ അത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ മൂപ്പരാൾക്ക് പിണങ്ങാൻ വേറൊന്നും വേണ്ട. അച്ഛനേക്കാൾ വലത്താണ്. ചെറിയൊരു കാര്യം മതി പിണങ്ങാൻ. അപ്പോൾ എന്താന്ന് കാര്യം പോലും നമുക്കറിയില്ല. പിന്നെ പിന്നീട് വന്നിട്ട് ചോദിക്കുമ്പോഴാവും പറയാ. അങ്ങനെ ദാ മസാലയൊക്കെ പുരട്ടി കുറച്ച് നേരം ചിക്കൻ ഞാൻ അവിടെ ഒതുക്കി വെക്കുകയാണ് ട്ടോ. ഇനി സമയമാകുമ്പോൾ നമുക്കത് എടുത്തിട്ട് വറുത്താൽ മതി. ഉപ്പ് പോരാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വീണ്ടും അങ്ങട് വെക്കാം ട്ടോ. അങ്ങനെ കുട്ടപ്പായ ഇതാ മേലൊക്കെ കഴുകി വന്നു. കുട്ടപ്പായ രാവിലെ തല നനയ്ക്കാറില്ല. വൈകുന്നേരം തല നനയ്ക്കാറുള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അംഗം വെട്ടിയിട്ടാണ് വരിക. അപ്പോൾ വൈകുന്നേരം തല നനയ്ക്കണതല്ലേ നല്ലത്. ആകെ ചെളിയാണ് ഉണ്ടാവുക. അത് അപ്പപ്പോ കഴുകി കളയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വൈകുന്നേരം വന്ന് തല നനയ്ക്കാതിരിക്കാനുള്ള കോലത്തിലല്ല മൂപ്പരാള് വരിക. അപ്പോൾ അതാ നല്ല കട്ട ചട്നി എന്നൊന്നും പറയാൻ പറ്റില്ല. ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതാ ദോശ. അപ്പോൾ നമുക്കിതാ നല്ല ചട്ടി, ചട്ടി നല്ലോണം ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാഴൻ്റെ തണ്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് എണ്ണ പുരട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അരച്ച് വെച്ച് നല്ലോണം പൊന്തി വന്നിട്ടുള്ള മാവ് ഒഴിച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ദോശ ഉണ്ടാക്കാം ട്ടോ. അപ്പോൾ ഇഡ്ഡലി ആണെങ്കിൽ നമുക്ക് സാമ്പാർ, ചട്നി, ചമ്മന്തി ഇതൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ അത് മെനക്കേടാണ്. അപ്പോൾ നമ്മൾ മിക്കവാറും ദോശയ്ക്ക് അരയ്ക്കാറുള്ളൂ. അപ്പോൾ കുട്ടമ്മായി മാത്സ് ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ദാ എണ്ണ നന്നായിട്ട് ചൂടായപ്പോൾ നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. ഡീപ്പായിട്ട് ഞാൻ ഡ്രൈ ആക്കണില്ല. ഒരു പാകത്തിന്. അവന് ചോറ് തിന്നാൻ പറ്റണം. പിന്നെ അത് കൂടാതെ കുറച്ച് സബോള കട്ട് ചെയ്തത് ഒരു ചെറുനാരങ്ങയും കൂടി വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ വയറ് കുശാലായി. അത്ര ഇഷ്ടമാണ് അവന് ഈ ഒരു കോമ്പിനേഷൻ. അങ്ങനെ ഇതാ ഞാൻ കുറച്ച് മാവ് ഒഴിച്ചു. ഞാൻ പരത്തുകയാണ്. അവിടെ ഇവിടെയൊക്കെ ഒന്ന് പാച്ച് വർക്ക് ആവുന്നുണ്ടല്ലോ. അത് നമ്മുടെ ചട്ടി നല്ലോണം ചൂടായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ദോശയൊക്കെ പരത്തിയിട്ട് ഞാൻ അത് അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ. ഞാൻ 2 സൈഡും മറിച്ചിടാറില്ല. അപ്പോൾ ചിക്കൻ വറുത്തപ്പോഴേക്കും കുട്ടപ്പായ്ക്ക് വേണം പറഞ്ഞിട്ട് ഒരു കഷ്ണം എടുത്തു പീറൻ. അങ്ങനെ ഒരു കഷ്ണം അവൻ കൊണ്ടുപോയി ട്ടോ. കുറച്ച് ഓർഡർ തന്നിട്ടാട്ടോ പോയത്. കുറച്ച് അധികം ആക്കണം ട്ടോ അമ്മ. എനിക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതാണ്. പിന്നെ എനിക്കും ചോറുണ്ണണം. ഞാൻ ഇനി വൈകുന്നേരമല്ലേ വരുള്ളൂ. അപ്പോഴേക്കും ചിലപ്പോൾ കഴിഞ്ഞാലോ എന്നൊരു സംശയം മൂപ്പരാൾക്ക്.
അപ്പൊ ഞാൻ പറഞ്ഞു കഴിയുന്നില്ലടാ അനക്ക് എടുത്തേക്കാം. എന്തായാലും ഈ തിന്നതിന്റെ ബാക്കി ഞങ്ങൾ തിന്നുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അവൻ എന്നെ തീരെ വിശ്വാസമില്ലായിരുന്നു. അങ്ങനെ ഇതാ നമ്മള് സവോളയൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ട്ടോ. ഞാൻ വെറുതെ പറഞ്ഞതാ. ഞാൻ എൻ്റെ കുട്ടിക്ക് എടുത്ത് വെക്കാറുണ്ടേ. അങ്ങനെ ഇതാ നമ്മുടെ നാരങ്ങ ഒരു കഷ്ണം മുറിച്ചിട്ട് അതിലേക്ക് വെക്കുന്നുണ്ട്. ഇങ്ങനെയല്ല ട്ടോ ചെറുനാരങ്ങ ശരിക്കും മുറിക്കുക. അത് എപ്പോഴും എനിക്ക് അബദ്ധം പറ്റും. എനിക്കെന്തോ ഇങ്ങനെ മുറിച്ചില്ലെങ്കിൽ ഒരു സമാധാനക്കേടാ. അങ്ങനെ എന്താ ചെറുനാരങ്ങ മുറിച്ചിട്ടും വെച്ചു. എന്നിട്ട് അത് അടച്ച് കഴിഞ്ഞ് നമ്മുടെ പരിപാടി കഴിഞ്ഞു ട്ടോ. ഇനി ചിക്കൻ ചൂടാറി കഴിഞ്ഞ് നമ്മുടെ ചിക്കനും ഒന്ന് പാത്രത്തിലാക്കണം. അപ്പോഴേക്കും നമ്മുടെ കുട്ടപ്പായുടെ യൂണിഫോം ഒന്ന് തേച്ച് ഒതുക്കി കൊടുക്കുകയാണ്. അങ്ങനെ തേച്ച് ഒതുക്കി കൊടുത്തു. എനിക്ക് സത്യം പറഞ്ഞാൽ യൂണിഫോം തയ്ക്കാൻ ഭയങ്കര മടിയാ. എൻ്റെ യൂണിഫോമേ എൻ്റെ ചുരിദാറൊക്കെ ആണെങ്കിൽ ഞാൻ സടപടേന്ന് തേച്ചിട്ടാണ് ഇട്ടിട്ടാണ് പോവാണ് ചെയ്യുക. യൂണിഫോം ആണെങ്കിൽ അതിൻ്റെ കരയും വാലും ഒക്കെ ഒപ്പം പിടിച്ച് തേച്ച് മിനുക്കി വരണ്ടേ. മെനക്കെട്ട പരിപാടിയാണത്. അങ്ങനെ കുട്ടപ്പായ നമ്മുടെ തമ്പാട്ടീനൊക്കെ തൊഴുതിട്ട് പോരുന്ന വഴിക്ക് ഒരു പുഴുവിനെ കണ്ടു. അപ്പൊ അതിനെ പൊക്കി നോക്കാൻ നിന്നപ്പോ അതിന് തൊപ്പുണ്ട്. അപ്പൊ അതൊരു പൂമ്പാറ്റയായിട്ട് മാറും ഇനി. അപ്പൊ അത് പൂമ്പാറ്റയായി മാറാൻ വേണ്ടി നമ്മുടെ ചെടിയുടെ അടിയിൽ ഒളിച്ചിരിക്കുകയാണ്. അപ്പൊ ദാ കുട്ടപ്പായ പൊട്ടിച്ചു വിടുന്നതാണ് കേട്ടോ. പുള്ളിയുള്ള ചേമ്പിന്റെ ഇല. അതിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് നല്ല ഭംഗി തോന്നി. അപ്പോൾ അതങ്ങനെ കൊടുന്ന് വെച്ചതാണ്. ശ്രീകുട്ടരുടെ വീടിന്റെ മോളിന്ന് പറിച്ചു കൊടുന്നതാണ് കേട്ടോ. രാവിലെ സൈക്കിൾ വെട്ടാൻ പോയപ്പോൾ കൊടുന്നതാ. അങ്ങനെ റോബസ്റ്റ് പഴം തിന്നതിൻ്റെ ബാക്കി വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. കുട്ടപ്പായി പോയി കഴിഞ്ഞതിൻ്റെ തുടർച്ചയാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടത്. അപ്പോൾ ഇതൊരു മൊത്തം തലതിരിഞ്ഞ വീഡിയോ ആണ്. ഞാൻ മനഃപൂർവ്വം ഇട്ടതാണ് കേട്ടോ. ഒരു രസം. അപ്പോൾ എപ്പോഴും ഒരേ തുടർച്ചയായി കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു മാറ്റം വേണ്ടേ. അങ്ങനെ ഇതാ നമ്മൾ സവോള അരിയാണ്. ബാക്കിയുള്ള ചിക്കൻ നമുക്ക് കറി വെക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഒരു 3 ഉരുണ്ട സവോള, അതായത് ഒരു എന്താ പറയുക, നല്ല മുതുമുത്തപ്പൻ സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം സവോള എടുക്കണമല്ലോ. പീക്കിരി ആണെങ്കിലാണ് നമുക്ക് കുറേ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ദാ നല്ലോണം വലിയ സവോള എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ മൊബൈലിൽ കാണിച്ചത് എന്താണെന്നറിയോ, നമ്മൾ കുറച്ച് പോസിറ്റീവ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സുകളും വീഡിയോസൊക്കെ ഞാനിപ്പോൾ കാണാറുണ്ട്. അത് യോഗ മെഡിറ്റേഷനൊക്കെ തുടങ്ങിയതിന് ശേഷം തുടങ്ങിയതാണ് കേട്ടോ. നമുക്ക് വേറൊരു ചിന്തകൾ നമ്മുടെ മനസ്സിലോട്ട് വരില്ല. നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ലൈഫ് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ നമുക്ക് പറഞ്ഞു തരുന്നതും. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനുള്ള ചിന്തയും കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. സങ്കടങ്ങളും ഒക്കെ എല്ലാ മനുഷ്യനും ഉണ്ടാവും തന്നെയാണ്. അതിൽ നിന്നൊക്കെ നമ്മൾ തരണം ചെയ്ത് പോകാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൻ്റെ അവസ്ഥ കണ്ടില്ലേ? കൈ ചുവന്ന് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ട് അല്ലേ? പക്ഷേ ഇങ്ങനെ വിണ്ട് കീറിയ പോലത്തെ ഒരവസ്ഥയാണ്. കൈയിൻ്റെ മുകളിൽ ഒരു മുറിവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മഞ്ഞുകാലമായാലും കാറ്റുകാലമായാലും എനിക്ക് കൂടാറുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ കൂടെയാണ് ഇപ്പം ഞാൻ കടന്നു പോകുന്നത്. നമ്മുടെ കുട്ടി വന്നോ കുഞ്ഞപ്പൻ? കുട്ടപ്പായ എത്തിയിട്ടുണ്ട് കേട്ടോ. കുട്ടപ്പായയുടെ വിഷമങ്ങളും സന്തോഷങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ. പറയ്, എന്തൊന്നുണ്ടായി? എന്താ ഇന്ന് സ്കൂളിലുണ്ടായേ? അമ്മ ദാ രാവിലത്തെ ചിക്കൻ കറി ഇത് കാണിച്ചു കൊടുക്കും അവർക്ക്. അപ്പൊ അമ്മ വീഡിയോ സൗണ്ട് കൊടുക്കട്ടെ കേട്ടാ. വാതിലടച്ചിട്ട് പോക്കോ. ബാഗ് അവിടെ വെച്ചോ. ആ പാത്രം കഴുകണേൽ കൊണ്ടുവച്ചോ. എന്നിട്ട് നമ്മുടെ കൂട്ടർ കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ കുട്ടപ്പായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഇതാ നമ്മൾ കയ്യുമ്മൊക്കെ മരുന്ന് പുരട്ടി. അത് ഗ്ലിസറിന് റോസ് വാട്ടർ ആണ്. അതേപോലെ തന്നെ ഇതേപോലുള്ള ശിവസ്തുതികൾ ഞാൻ കേൾക്കാറുണ്ട് കേട്ടോ. അത് ഞാൻ രാവിലെ തൊട്ടേ കേൾക്കും. അപ്പോൾ ഞാൻ അടുക്കളയിലുള്ളപ്പോൾ ഒക്കെ ഇത് വെക്കും. എനിക്കിഷ്ടമാണ്. എനിക്ക് ശിവനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ കുട്ടപ്പായ്ക്ക് ശിവ ശരത്ത് എന്ന് പേരിട്ടത്. അത് എനിക്കെന്തോ ഭയങ്കര ഒരു ആത്മബന്ധമാണ് കേട്ടോ. അങ്ങനെ അതാ നമ്മുടെ സവോളയും അല്ല, ആദ്യം ഇഞ്ചിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. നല്ല ഗോൾഡ് കളർ ആവുന്ന വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ സവോളയും ഗോൾഡ് കളർ ആവുന്ന വരെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് അപ്പോഴേക്കും നമ്മുടെ പൂച്ചക്കുട്ടി വന്നു കേട്ടോ. ഇത് ചത്തുപോയെന്ന് വിചാരിച്ചാണ്. എനിക്ക് അത്ര സങ്കടമായിട്ടുണ്ടായിരുന്നു. നമ്മൾ നോലുമ്പൊക്കെ തുടങ്ങിയപ്പോഴേ അതിന് ഇറച്ചിയാണ് അവന് കൂടുതൽ ഇഷ്ടം. ഈ മീൻ ഇറച്ചിയൊക്കെ. അപ്പോൾ അത് കഴിക്കാത്ത കാരണമാണോ അതോ ഇനി എവിടുന്നേലും പൂച്ചയുടെ കടി കിട്ടിയതാണ് എന്താണെന്നറിയില്ല. മൂപ്പരാൾക്ക് ആകെ വയ്യാതായിട്ടുണ്ടായിരുന്നു. മലദ്വാരത്തു നിന്നൊക്കെ ഈ പ്ലാസ്റ്റിക് തിന്നിട്ടാണോ അല്ലാതെ വേറെ എന്തെങ്കിലും തിന്നിട്ടാണോ എന്നറിയില്ല. പഴുപ്പ് പോലെയൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു, ഒന്നും പറ്റരുതേ ഒന്നും പറ്റരുതേ എന്ന്. അപ്പം ഞാനിങ്ങനെ ദോശയും ഉപ്പുമാവും ഇതൊക്കെ കൊടുത്ത് പക്ഷെ അതൊന്നും തിന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മലയ്ക്ക് പോയി വന്നതിന് ശേഷം ഇറച്ചി മേടിച്ചപ്പോൾ മൂപ്പരാൾക്ക് പിന്നെ ഉഷാറായി. അങ്ങനെ നമ്മുടെ ഇറച്ചിയിലേക്കുള്ള ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത് കുരുമുളക് പൊടി ഞാൻ കാണിക്കുന്നത്. പിന്നെ അതാ നമ്മുടെ പെരുംജീരകം, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ. എല്ലാം കൂടി എടുത്തിട്ട് ഞാനൊന്ന് ചട്ടിയിലിട്ടിട്ട് ചട്ടി ഒന്ന് നന്നായി ചൂടായപ്പോൾ ചട്ടിയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. നന്നായിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സവോള നന്നായിട്ട് ചുവന്ന കളറായിട്ടുണ്ടാവും. നന്നായി വഴറ്റിയെടുക്കണം. എന്നാലാണ് ചിക്കൻ കറിക്ക് ഒരു നാടൻ ചിക്കൻ കറിയുടെ രുചി വരുള്ളൂ.
അപ്പോൾ ദാ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള മസാലകൾ വറുത്തെടുത്തിട്ടുള്ള ചിക്കൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. എനിക്കെന്തോ അത് കഴിക്കാനുള്ള ഒരു ആഗ്രഹം തോന്നി. അപ്പോൾ അല്ലെങ്കിൽ പച്ചയ്ക്ക് ഞാൻ ഉണ്ടാക്കാറുള്ളൂ. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കറിക്കൊരു പ്രത്യേക രുചിയാണ് കേട്ടോ. എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആരോണിൻ്റെ ചെല്ലുമ്പോൾ വല്യമ്മ ഇങ്ങനത്തെ രുചിയിലാണ് ഉണ്ടാക്കി തരിക. അപ്പോൾ എനിക്കെന്തോ അത് കഴിക്കാൻ തോന്നി. അങ്ങനെ ഞാനത് ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവിടെ അമ്മയും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ്. അമ്മ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി വെറൈറ്റിയിലാണ് ഉണ്ടാക്കാറ്. ചിക്കനിൽ അമ്മ ഈ മസാല പുരട്ടി വെക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യണില്ല. എനിക്ക് അങ്ങനെ ചെയ്യണത് ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ നമ്മുടെ മസാല അതായത് ഉള്ളിയിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വഴറ്റിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചിയും, പച്ചമുളകും ഒക്കെ നന്നായി ചുവന്ന കളറിൽ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മസാലയും കൂടി വറുത്തത് അതിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ പകുതി പണി അങ്ങട് കഴിഞ്ഞു ചിക്കൻ കറിയുടെ. ഇനി നമുക്ക് ഈ ഒരു മസാല സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. കണ്ടോ ഇതേപോലെ സവോളയും അതേ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ വഴണ്ടി വരണം. ഇതേപോലെ വഴണ്ടി വന്നു കഴിഞ്ഞാൽ കറിക്കൊരു പ്രത്യേക രുചിയാണ് കേട്ടോ. അതേപോലെ മസാല ഇതേപോലെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഡബിൾ രുചിയാണ്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കി നോക്കൂ. അടുപ്പിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ രുചിയാണ്. വല്യമ്മ എനിക്ക് അടുപ്പിലാണ് കേട്ടോ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി തരിക. അതായത് പൊന്നുട്ട വലിയച്ഛൻ്റെ വല്യമ്മ. അതായത് നമ്മുടെ രോഹിണിയുടെ അമ്മ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതേപോലെ വല്യമ്മ കറി ഉണ്ടാക്കി തരും. നല്ല രുചിയാണ് വല്യമ്മയുടെ കറിക്ക്. അങ്ങനെ ഒരു പ്രത്യേക തരം കളറുണ്ടാവും വല്യമ്മയുടെ കറി. ഞാനിത് എങ്ങനെ വല്യമ്മ ഉണ്ടാക്കണമെന്ന് ഇങ്ങനെ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെയാണ് ഒരുപാട് കറികളൊക്കെ ഞാൻ വല്യമ്മയുടെ അടുത്തുനിന്നാണ് പഠിച്ചത്. അതേപോലെ നമ്മുടെ ശാലിനി ചേച്ചി, അതേപോലെ തന്നെ നമ്മുടെ അമ്മ ഇവിടുത്തെ അമ്മ, അതേപോലെ തന്നെ എൻ്റെ അമ്മ. എൻ്റെ അമ്മ കൂടുതലും ചമ്മന്തി, അച്ചാറ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ മീൻ കൂട്ടാൻ ഇതിലൊക്കെ അമ്മ മെയിൻ ആളാ. സൂപ്പറായിട്ട് ഉണ്ടാക്കും. ബിരിയാണി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ അറിയില്ല. പിന്നെ കാളൻ, പുളിയിഞ്ചി ഇതൊക്കെ അമ്മ സൂപ്പറായിട്ട് ഉണ്ടാക്കും ട്ടോ. അപ്പോൾ അതൊക്കെ എനിക്കിനി പഠിക്കണം. പക്ഷെ അമ്മയുടെ അടുത്ത് പോയി നമ്മളെല്ലാവരും മടിച്ചികളല്ലേ. പഠിക്കില്ല. അത് വേറെ കാര്യം. അങ്ങനെ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. തക്കാളി ഇട്ട് കൊടുത്തു. രണ്ടേ 2 തക്കാളി ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. കൂടുതൽ തക്കാളിയൊന്നും വേണ്ട. പിന്നെ തക്കാളി വാടാൻ വേണ്ടിയിട്ട് നമ്മൾ സമയമൊന്നും എടുക്കണ്ട. അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ ആ സംഭവം സെറ്റായി. ഇനി നമുക്ക് എളുപ്പത്തിൽ തന്നെ കാര്യങ്ങൾ കഴിക്കാൻ പറ്റും കേട്ടോ. ഇനി ആ കഴുകി വെച്ച ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പിന്നെ കഷ്ണം കുറവായത് കൊണ്ട് ഞാൻ ഇതിൻ്റെ ചിക്കൻ്റെ അപരന ചേർക്കുന്നുണ്ട്. അതായത് ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ്റെ കഷ്ണം കുറഞ്ഞാലും കുഴപ്പമില്ല. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. ചിക്കൻ്റെ കാലാന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് കടിച്ച് പറിച്ച് തിന്നാൻ പറ്റുന്നാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്ന ചെറിയൊരു പറ്റിക്കൽ പരിപാടിയാണ്. ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ചേർക്കും. കഷ്ണം കുറവുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ചേർക്കും. ചിലർ കുമ്പളങ്ങ ചേർക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ തറവാട്ടിൽ കുമ്പളങ്ങ ചേർത്തിട്ടുള്ള കറി കലശത്തിന് വെക്കണ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിച്ചിട്ടുമുണ്ട്. അങ്ങനെ അത് കണ്ടപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുമുണ്ട്. അങ്ങനെ അത് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരത്തിന് നമുക്ക് ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അപ്പോഴേക്കും എന്നെ ചെറുപഴം വായോ വായോ പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാനൊരു പഴം എടുത്തിട്ട് ഞാൻ തിന്നുകയും ചെയ്തു. അപ്പോൾ ഇത്ര നേരം കറണ്ട് പോയിരിക്കുകയായിരുന്നു. ഇപ്പോൾ കറണ്ട് വന്നു കേട്ടോ. ഒരു സമാധാനം. അപ്പോൾ നല്ല ചൂട് തുടങ്ങിയിരിക്കണു. അപ്പോൾ സ്കിൻ കെയർ എന്താണെന്ന് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ കാര്യം നല്ലൊരു ഫോണ് നമ്മൾ മേടിച്ചതാണ്. പിന്നെ നമ്മൾ ഇതേപോലെയുള്ള ഫുഡുകൾ നല്ല ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. പഞ്ചസാര ഞാനിപ്പോൾ ഒട്ടും കഴിക്കാറില്ല. അതേപോലെ തന്നെ എനിക്ക് ഡോക്ടർ എഴുതി തന്നിട്ടുള്ള ഒരു ഫേസ് വാഷാണ്. +1 പഠിക്കുമ്പോൾ എഴുതി തന്നിട്ടുള്ളതാണ്. മുഖത്ത് കുരു വന്നപ്പോൾ വീണ്ടും മേടിച്ചതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നല്ലൊരു സൺസ്ക്രീൻ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. വീട്ടിൽ നിൽക്കുമ്പോഴും ഉപയോഗിക്കും. പിന്നെ പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസർ. പിന്നെ നമ്മുടെ കസ്തൂരി മഞ്ഞളില്ലേ, നമ്മുടെ വൈൽഡ് ടെർമറിക് കസ്തൂരി മഞ്ഞൾ നമ്മുടെ കമ്പനിയിലത്തെ രൂപശ്രീയുടെ അത് ഞാൻ ഏതെങ്കിലും തരത്തിൽ പാക്കായിട്ട് യൂസ് ചെയ്ത് ഇടാറുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്കിൻ കെയറിൻ്റെ ഇത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫുഡുകൾ നല്ല വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള ജ്യൂസുകളൊക്കെ ഇല്ലേ, അതൊക്കെ എൻ്റെ സ്കിന്നിന് നല്ല ചേഞ്ച് വരുത്തിയിട്ടുള്ള ജ്യൂസുകളാണ്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. നമ്മൾ ഭക്ഷണത്തിൽ തന്നെയാണ് കൂടുതലും മാറ്റങ്ങൾ വരുത്തേണ്ടത്. പിന്നെ നമുക്ക് നല്ല സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നമ്മുടെ കുരുവിക്കുട്ടൻ ഒരുപാട് നാളായിട്ട് ഇവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം എന്തായാലും നമ്മുടെ കൂടെ അവരുണ്ട്. ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് കൂട് കൂട്ടിയിട്ട് മുട്ടയൊക്കെ വിരിയിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ വീടിൻ്റെ മുന്നിലൊരു നാരകം ഉണ്ടായിരുന്നു. ആ നാരകത്തിൻ്റെ മുകളിൽ അപ്പടി പുളിയുറുമ്പായിരുന്നു. അങ്ങനെ പുളിയുറുമ്പ് കടിച്ചിട്ട് ഇവറ്റേനെ കൊന്നു. നമ്മുടെ വീടിൻ്റെ എറയത്താണ് ഇവറ്റ കൂട് കൂട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അതിറ്റേനെ കൊന്നപ്പോൾ ഞാൻ പിന്നെ ആ നാരകം വെട്ടിക്കളഞ്ഞു അമ്മോട് പറഞ്ഞിട്ട്.
അപ്പൊ എനിക്ക് സങ്കടായി. ഇവറ്റോള് ആ നാരകത്തിന്റെ തണലുള്ള കാരണാണ് നമ്മുടെ എറയത്ത് വന്ന് കൂട് കൂട്ടിയിരുന്നത്. അതെനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഭയങ്കര വിഷമായിരുന്നു ട്ടോ എനിക്ക് പിന്നീട്. ഇവറ്റേനെ കാണാതെ ആയപ്പോ. അതായത് നമ്മുടെ വീട്ടില് എപ്പഴും വന്ന് കൂട് കൂട്ടിയിരുന്ന് ഇപ്പൊ കൂട് കൂട്ടണില്ലല്ലോന്ന് ആലോചിച്ചിട്ട്. പക്ഷെ ഇപ്പൊ ഭയങ്കര സന്തോഷം. നമ്മുടെ വീടിന്റെ മുറ്റത്തന്നെ നമ്മുടെ വെള്ള ടാങ്കിന്റെ അടിയില് മഞ്ചാടി ചെരിഞ്ഞ് നിൽക്കുന്നതിന്റെ ആ ഒരു കൊമ്പിന്റെ മോളില് അമ്മക്കിളിയും അച്ഛൻ കിളിയും കൂടിയിട്ട് മക്കളേനെ തീറ്റിപ്പോറ്റാൻ വേണ്ടി പറന്ന് നടക്കണ കാണാൻ ഒരു പ്രത്യേക രസവും ഒരു സുഖമാണ് ട്ടോ. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസുകള് ഞാൻ ഇനിയും ചാനലിൽ ഇടാം. വീഡിയോ ആവശ്യമുള്ളവര് നമ്മുടെ ഷോർട്സ് പോയി കാണാം. ഇതേപോലെ വ്ളോഗ് ഇഷ്ടമുള്ളവര് നമ്മുടെ ചാനലിൽ നോക്കി കാണാൻ പറ്റും ട്ടോ. ഹെയർ കെയറിന്റെ വീഡിയോസും ഞാനിടാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സീ യു. അടുത്ത വീഡിയോയിൽ നമുക്ക് ഉഷാറായിട്ട് കാണാം. എൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളായിട്ട് ഞാൻ ഇനിയും വരാം. അപ്പോൾ ടാറ്റാ.